ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനും സുഖമായിരിക്കുന്നു. പിന്നെ ഇന്ന് അധികം സംസാരമില്ലാതെ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാം. അതായത് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലിനെ പറ്റിയാണ്. എന്നും നമുക്കിത് ചെയ്യാം. സാധാരണ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ബ്യൂട്ടി പാർലറിൽ എല്ലാവരും പറയുന്നതാണ്, ബ്യൂട്ടി പാർലറുകാർ നമ്മളോട് പറയുന്നതാണ് എല്ലാ മാസവും ചെയ്താൽ മതി. ചിലപ്പം ചിലർക്ക് ഭയങ്കര ടാനൊക്കെ ഉള്ളവരോട് പറയും മാസത്തിൽ 2 പ്രാവശ്യം ചെയ്തു നല്ലതാണെന്ന് പറയും. പക്ഷെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, അത് കെമിക്കലല്ലേ അവർ ചെയ്യുന്നത്. ഞാൻ ഈ ഹെർബലിട്ട് ചെയ്യുവാണെങ്കിൽ പോലും ഞാൻ പറയുമായിരുന്നു എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദിവസം ചെയ്താൽ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 4-5 ദിവസം എടുക്കും അതിൻ്റെ റിസൾട്ട് അറിയാം. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ, വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പിന്നെ നമ്മൾ അടുത്ത വാരത്തേക്ക്. അല്ലാതെ നമ്മൾ ഒരെണ്ണം തേച്ചു അതിൻ്റെ റിസൾട്ട് ഒന്ന് അറിഞ്ഞു വരുന്നതിന് മുമ്പായിട്ട് അടുത്തത് തേച്ച് കഴിയുമ്പം അതും ഇല്ല ഇതും ഇല്ലെന്നാവും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. അല്ല, മുഖത്തിന് ഹെർബലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സാധനം തേച്ചാൽ മുഖത്തിന് ഒരു ദോഷവും വരത്തില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതൊന്ന് നമ്മുടെ മുഖത്ത് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു വരണമെങ്കിൽ കുറച്ച് ഒരു 3 ദിവസം 4 ദിവസമൊക്കെ എടുക്കും. 4 ദിവസം എന്തായാലും എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും തേക്കരുത് കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്നൊരു ടിപ്പുണ്ട്. 3 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. അതെല്ലാ ദിവസവും തേക്കാം. എല്ലാ ദിവസവും തേക്കുമ്പോൾ എല്ലാ ദിവസത്തെയും നമ്മളുടെ ആ ടാൻ, നമ്മൾ വെയിലത്തിറങ്ങുന്നവരല്ലേ, നമ്മളെന്തായാലും മുറ്റത്ത് തുണി വിരിക്കാനോ മുറ്റം തൂക്കാനൊക്കെ, നമ്മൾ ചെടി നോക്കാനോ കൃഷി നോക്കാനൊക്കെ എല്ലാ ദിവസവും ഇറങ്ങും. വെയിലും കൊള്ളും. കുട പിടിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വെയിൽ കൊള്ളും ഉറപ്പാണ്. അപ്പോൾ ടാൻ അപ്പം തന്നെ അടിക്കുകയും ചെയ്യും. ടാൻ എന്ന് പറയുന്ന സാധനം നോക്കിയിരിക്കുകയല്ലേ, നമ്മളൊന്ന് വെയിൽ കൊള്ളുന്നത് നോക്കിയിരിക്കുക, അന്നേരം നമുക്ക് ടാൻ അടിക്കും. കയ്യിലും മുഖത്തും പെടലിയിലും കഴുത്തിലും കയ്യിലും കാലിലും ടാൻ അടിക്കും. അപ്പം നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ എല്ലാ ദിവസവും ഫെയറായിട്ട്, എല്ലാ ദിവസവും ഫ്രഷായിട്ട്, എല്ലാ ദിവസവും നമ്മൾ നല്ല തിളങ്ങി നല്ല ശോഭിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു, ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ, പിന്നെ ചില ഇൻഗ്രീഡിയൻറ്റിന് ചില ദോഷങ്ങൾ വരും. ഹെർബൽ ആണെങ്കിലും നമ്മൾ ഇപ്പം മഞ്ഞളും ഈ കസ്തൂരി മഞ്ഞളൊക്കെ ഇല്ലേ, ഒരുപാട് വാരി അങ്ങ് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് പൊള്ളുന്ന പോലെയും നീറുന്ന പോലെയൊക്കെ തോന്നും. അതൊക്കെ അപ്പോൾ എന്നും നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തൊലി പോവോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഒന്നാമതേ പിന്നെ മേടിക്കുന്ന പൊടികളൊക്കെ ആയിരിക്കുമല്ലോ, നമ്മൾ പുറത്തുനിന്ന് വീട്ടിൽ പൊടിക്കുന്നൊന്നും ആയിരിക്കുകയില്ല. അപ്പം വല്ലതും കുഴപ്പം വന്നെങ്കിലോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഉള്ള ചില ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയല്ല, ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ ഒരു 4-5 ദിവസം എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒരു 4-5 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ചയാണ് ഏറ്റവും ബെറ്റർ. എല്ലാ ആഴ്ചയിലും, അതാണ് ഞാൻ പറഞ്ഞത്. സാറ്റർഡേയ്സിലാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം സൺഡേ ചർച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ഇതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സാറ്റർഡേയിലും ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു പിന്നെ മൺഡേയിൽ ഒരു കല്യാണ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഞായറാഴ്ച വൈകിട്ട് ഈ സാധനം, ഞാൻ ഈ പറയുന്ന സാധനം, ഇപ്പം നിങ്ങളിപ്പം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് നിങ്ങളിത് തേച്ചു, നാളെ സൺഡേ പള്ളിയിലൊക്കെ പോയി വന്നു. അപ്പം പള്ളിയിൽ പോയപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊണ്ടു, ടാൻ അടിച്ചു. അപ്പം മൺഡേ നിങ്ങൾക്ക് കല്യാണമുണ്ട്, എന്തെങ്കിലും ഒരു ഫങ്ഷനുണ്ട്. അപ്പോൾ ഫ്രഷ് ആകണ്ടേ, നല്ല ഒരു ഫെയർനെസ് കിട്ടണ്ടേ, നല്ല ഒന്ന് ഫ്രഷായി ഒന്ന് തിളങ്ങിയിരിക്കണ്ടേ. അപ്പം നമ്മൾ ഇന്നലെ ശനിയാഴ്ച ചെയ്തില്ല, ഇനി ചെയ്ത് കഴിഞ്ഞാൽ എന്നായിരിക്കും, വല്ല പ്രശ്നം വരുമോ എന്നോർത്ത് നമ്മൾ പേടിച്ച് ചെയ്യാതൊക്കെ ഇരിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ടിപ്പില്ലേ, നിങ്ങൾക്ക് ചെയ്യാം, ഒന്നും പേടിക്കണ്ട. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു, എല്ലാ ദിവസവും നിർബന്ധമായിട്ടും ചെയ്യുകയും ചെയ്തു കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അതായത് വീട്ടിലെ 3 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ 3. ഞാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഡൈയുടെ കാര്യം 2019 ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കണ്ടോ. ഇന്നലെ ഞാൻ തലയിൽ എണ്ണ തേച്ചു കേട്ടോ. ഡൈ തേച്ച് കഴിഞ്ഞ് എണ്ണ തേച്ചു. അല്ല, മിനിങ്ങാന്നല്ലേ ഡൈ ഇട്ടേ നമ്മൾ? എന്നായിരുന്നു ഡൈ ഇട്ടേ? നമ്മൾ മിനിങ്ങാന്നായിരുന്നു ഡൈ ഇട്ടത്. ഇന്നലെ ഞാൻ തലയിൽ നല്ലതായിട്ട് എണ്ണ തേച്ചു. അതോ മിനിങ്ങാന്നാണ് അതിൻ്റെ തലേ ദിവസമാണ്, എന്നാൽ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഡൈ തേച്ചെന്നാണോ അന്ന് എണ്ണയൊന്നും തേച്ചിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ എണ്ണ തേച്ചു. ഇപ്പോൾ എത്ര ദിവസമായെന്ന് എനിക്കറിയത്തില്ല, 2 ആണോ 3 ആണോ എൻ്റെ തലയിൽ കണ്ടോ. എണ്ണ കഴുകിക്കളഞ്ഞൊന്നുമില്ല. കഴുകിക്കളഞ്ഞെന്ന് വെച്ചാൽ ഷാമ്പു ഇട്ടൊന്നും കഴുകിക്കളഞ്ഞില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. എങ്ങും പോകുന്നില്ലല്ലോ. പിന്നെ ഇച്ചിരി കഞ്ഞിവെള്ളം
ഇട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് നാളെ ചർച്ചിൽ പോകേണ്ടതുകൊണ്ട് ഇന്ന് ഞാൻ കഞ്ഞിവെള്ളവും ഉപയോഗിക്കും. അതിന് ശേഷം എൻ്റെ മറ്റേ ലോറിയലിൻ്റെ സ്മൂതനിങ് ഷാമ്പൂ ഇല്ലേ, അത് അതും കണ്ടീഷണർ ഉപയോഗിക്കണമെന്നില്ല, എണ്ണ തേച്ചതല്ലേ, അതുകൊണ്ട് കണ്ടീഷണർ വേണമെന്നില്ല. അപ്പോൾ ആ ലോറിയലിൻ്റെ ആ ഷാമ്പൂ ഒന്ന് ഇടും. കാരണം ഒട്ടിപ്പിടിച്ചിരുന്ന ചർച്ചയിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉടുപ്പയിലെല്ലാം എണ്ണ പറ്റിയെങ്കിൽ അതും ഒരു ഇത്, പിന്നെ ഇറിറ്റേഷനല്ലേ, പിന്നെ പറന്നും കിടക്കണ്ടേ, അതുകൊണ്ട് ഒന്ന് സ്മൂതനിങ് ഷാമ്പൂ ചെയ്യുക. അതിന് മുമ്പ് കഞ്ഞിവെള്ളം വന്നിട്ട് ഇച്ചിരി നാരങ്ങ നീരും ഒക്കെ ഒന്ന് തേക്കും. കാരണം എന്താ വെച്ചാൽ താരനൊക്കെ ഉണ്ട്, പൊയ്ക്കോട്ടെ. ഈ കൊച്ചുങ്ങൾ വീണ്ടും എൻ്റെ ചെയിപ്പെടുത്ത് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് താരൻ ഇടയ്ക്ക് ഇങ്ങനെ ചൊറിയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിവേ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ അപ്പോൾ അങ്ങനെ ടിപ്പ് ഏതാ, ഞാൻ ഡൈയുടെ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതായത് ഡൈയുടെ വീഡിയോ ഞാൻ ഇട്ടു, നിങ്ങൾ ആ രഹസ്യം ഞാൻ പൊട്ടിച്ചു തന്നു. 2019 മുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ദൈവം സഹായിച്ച് മാത്രം, എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ള ദൈവം സഹായിച്ച് മാത്രം എനിക്ക് ഹസ്ബൻഡിന് ആ VIP ഷാമ്പു, ആ ഡൈ ഉപയോഗിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. നാച്ചുറൽ മുടി കേട്ടോ, നാച്ചുറൽ മുടി. ഞാൻ എണ്ണ തേച്ചിട്ടും ഇരിക്കുന്നത് കണ്ടോ, നമ്മളുടെ ഇവിടെയൊന്നും പറ്റിപ്പിടിച്ചിരിക്കുകയോ ഒന്നുമില്ല, ഒന്നും അറിയത്തില്ല. ഡൈ ആണെന്നറിയോ, നാച്ചുറലായിട്ടുള്ള മുടിയല്ലേ നമ്മുടെ, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വീഡിയോ കാണാത്തവരെല്ലാം പോയി ആ വീഡിയോ കാണണം, കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് 27 മിനിറ്റ്സ് ഉണ്ട് ആ വീഡിയോ. കുറച്ച് പേരൊക്കെ എന്നെ ചീത്ത വിളിച്ചു, പക്ഷെങ്കിൽ അത് പിന്നെ ശരിയാ, 27 മിനിറ്റ് കാണാൻ മടുപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യം, അത്രയും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പറഞ്ഞുകൊണ്ടാണല്ലോ അത്രയും പേരത് കണ്ടു, ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടു, ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഞാൻ നന്ദി പറയാം. എന്നെ സഹായിച്ച നിങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് എന്നും വീഡിയോ ചെയ്തിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, ലൈക്ക് ചെയ്യത്തില്ല, ഷെയർ ചെയ്യില്ല, കമൻറ്റ് ചെയ്യില്ല. അഥവാ കമൻറ്റ് ചെയ്താൽ എന്നെ ചീത്ത വിളിക്കുക, കളിയാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സങ്കടം വന്നു പോകും. കാരണം നമ്മൾ ഒത്തിരി പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നിന്നയും പരിഹാസവും കളിയാക്കിൻ്റെ എല്ലാം ഇടയ്ക്ക് നിന്നാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളു പെടയുക, ചങ്ക് പൊട്ടി, നമുക്ക് ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ മാത്രമല്ല, എല്ലാ യൂട്യൂബേഴ്സിനും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാവുന്നവരൊക്കെ എന്നോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ കൂടെ. അപ്പോൾ എനിക്ക് അറിയാം, അല്ലേ തന്നെ അണ്ടർസ്റ്റുഡാണ്. എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആരാ അല്ലേ. പിന്നെ നമ്മളുടെ വീട്ടിൽ ഈ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കാണിക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കേട്ടോ. നമുക്കത് കഴിക്കാം, നമ്മൾ കഴിക്കാതെ ദൂരക്കളയുമല്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നതും നമ്മളത് പിന്നെ പാചകം ചെയ്ത് വിളമ്പി കഴിക്കുന്നതും അതിനെപ്പറ്റി വർണ്ണിക്കുന്നതൊക്കെ കാണിക്കുന്നു. അല്ലാതെ നമ്മൾ ഗമ കാണിക്കുന്നു, അഹങ്കാരം കാണിക്കുന്നു അല്ല. ഞാനൊരു അഹങ്കാരിയല്ല, ഞാൻ വെറും ഒരു സാധുവാണ്. എനിക്ക് ഭയങ്കര ദൈവഭയവും ഭയങ്കര ഭയമുള്ള ഒരാളാണ്. കാരണം അങ്ങനെ അഹങ്കാരം കാണിക്കുന്ന യാതൊരു ഇതും എനിക്ക് പറ്റത്തില്ല. ഞാൻ വളർന്നു വന്ന ചുറ്റുപാട്, ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇതെല്ലാം വെച്ച് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഇന്ന് തന്നെ ഒരു കമൻ്റ് എനിക്ക് വന്നു, എന്താ ബഹിരാകാശത്തിലോട്ട് പോവാണോ എന്നാ പോകുന്നത്, ബഹിരാകാശത്തിൽ പിന്നെ കല്ലറകൾ ശൂന്യമാണ്, കല്ലറകളിൽ സ്ഥലമില്ല എന്നൊക്കെ. അത് ഉദ്ദേശിച്ചത് എന്നാണോ, ഇങ്ങനെയൊക്കെ ആഹാരം വെച്ചുണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആണോ, പെട്ടെന്ന് മരിക്കുമെന്നോ എന്നാണോ, അഹങ്കാരമാണോ, അങ്ങനെ വല്ല ആയിരിക്കും, എനിക്കറിയത്തില്ല. ഒന്നും എനിക്ക് അത്ര മനസ്സിലായില്ല. എന്നാൽ പോലും ഞാൻ പറയുക, ഞങ്ങൾ ആരും കേട്ടോ, ഞങ്ങൾ അഹങ്കാരം കാണിക്കുന്നവരുണ്ട്. ഇതെല്ലാം വീഡിയോയ്ക്ക് വേണ്ടി, വീഡിയോയിൽ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, എന്ത് കണ്ടന്റ് ചെയ്യും. ആഹാരം ആകുമ്പോൾ അത് ഉണ്ടാക്കാം, നമുക്ക് കഴിക്കാം, പിള്ളേർക്ക് നല്ല ആഹാരം കൊടുക്കാം. അത് സാറ്റർഡേയ്സിൽ പ്രത്യേകിച്ചും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഇരിക്കുന്ന ദിവസമല്ലേ വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഞാൻ പിന്നെ അഹങ്കാരിയല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കളിയാക്കുമ്പോൾ ഒക്കെ എല്ലാവരോടും പറയുന്ന പോലല്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൈവഭയത്തിലൊക്കെ ജീവിക്കുന്ന, എളിമയോടെ ജീവിക്കുന്ന, വളരെ ശ്രദ്ധയോടെ ജീവിക്കുന്ന വ്യക്തികൾ. അപ്പം അങ്ങനെ നിങ്ങൾ ഓരോ കമൻറ്റ്, ബാഡ് കമൻ്റൊക്കെ ഇടുമ്പോഴത്തേക്കിനും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല, എനിക്ക് മനസ്സിലാവും, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. വേണേ അതങ്ങ് ഡിലീറ്റ് ആക്കണം, അത്രയല്ലേ ഉള്ളൂ, നെവർ മൈൻഡ്. അപ്പോൾ എനിവേ ഞാനപ്പോൾ ഓരോ കാര്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തുക, രഹസ്യങ്ങളൊക്കെ. അതായത്
തലയുടെ തുടങ്ങി ഇവിടുന്ന് തുടങ്ങാം അല്ലേ, തലേന്ന് തുടങ്ങി ഡൈയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മുടിയിൽ ഞാൻ അങ്ങനെയൊന്നും തേക്കാറൊന്നും ഇല്ലായിരുന്നു. അമ്മ കാച്ചി തരുന്ന എണ്ണ തേക്കുന്നേ ഉള്ളായിരുന്നു. അത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് എണ്ണ തേപ്പ് ഒരു 30 വർഷത്തിന് മേളിലായി എണ്ണ തേപ്പൊന്നും ഇല്ലാതെ മുടി ചീകി കെട്ടിയൊന്നും വെക്കത്തില്ല. അങ്ങനെയായി എൻ്റെ മുടി മുഴുവൻ പോയത്. ഇഷ്ടം പോലെ നീളവും ഇഷ്ടം പോലെ തിക്കായിട്ടുള്ള മുടിയായിരുന്നു. നീളം എനിക്ക് ഒരു അങ്ങനെ നീളമുണ്ട്, പക്ഷെ അങ്ങ് താഴെ വരെ അങ്ങനെയൊന്നുമല്ല, ഉള്ളായിരുന്നു, ഭയങ്കര ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് മുടിയുണ്ടായിരുന്നു, കറുത്ത മുടിയായിരുന്നു, നല്ല ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്ന മുടിയായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ വന്നുകൊണ്ട് ഒരു 10-30 വർഷമായിട്ട് എണ്ണതേരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മുടി പോയത്. ഇപ്പം ഞാൻ ഈ ജയയുടെ വീഡിയോയും അജിതയുടെ വീഡിയോയും ഒക്കെ കണ്ട് ഞാൻ സുപ്രു ഒക്കെ ഞങ്ങളെല്ലാം ഇങ്ങനെ എന്തേലും, സുപ്രു എല്ലാ ദിവസവും ഉണ്ട്, ഞാൻ അങ്ങനെയൊന്നുമില്ല, മാസത്തിലൊന്ന് എല്ലാവരും എന്തേലും ചെയ്യും, അത്രയേ ഉള്ളൂ. കാരണം മുടി ഒത്തിരി അങ്ങ് പൊഴിയുന്നെന്ന് കാണുമ്പോൾ പിന്നെ പേടിച്ചിട്ട് എന്നേലും ഒന്ന് തേക്ക്, അത്രയേ ഉള്ളൂ. അല്ല ഞാൻ മുടിക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നില്ല. ഞാൻ ഡൈ മനുഷ്യൻ നര കാണാതിരിക്കാൻ വേണ്ടി എന്തിനീ നര കാണിച്ച് വൃത്തിയായിട്ട് നടക്കുന്നു എനിക്കറിയാം. നല്ല വൃത്തിക്ക് നല്ല നടന്നു കഴിഞ്ഞാൽ മനുഷ്യന് നമ്മളെ കാണുമ്പോഴത്തേക്കിനെ കാർക്കിച്ച് തുപ്പാൻ തോന്നത്തില്ല. ആണ്ട് ആ കൊച്ചിനെ കണ്ട് നല്ലതാ എന്നൊക്കെ പറയത്തില്ല. അത്രേ ഉള്ളൂ, വൃത്തി മെനയുണ്ടായിന് എന്ന് പറയും. അല്ല, നമ്മളിതാരെയും കാണിക്കാനല്ല, നമുക്ക് ഒരു പേഴ്സണാലിറ്റി, നമ്മളെ കാണുമ്പോൾ ആൾക്കാരും ചുമ മിടിക്കായിട്ട് അത് മുടിയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്, അത് ഒന്ന് ഇച്ചിരി പൗഡറൊക്കെ ഇട്ടൊന്ന് വൃത്തിക്ക് നടക്കുന്നുണ്ട്, നല്ല ഉടുപ്പൊക്കെ തേച്ചും വൃത്തിക്ക് നടക്കും എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി അല്ലേ, ഒരു ഇതുണ്ട്. ഇതല്ലാതെ ചുമ്മാ ഈ കരഞ്ഞു പോയി പിന്നെ ഈ മൂക്കളെ ഒലിപ്പിച്ച് പല്ലും തേക്കാതെ കുളിക്കാതെ നനയ്ക്കാതെ ഡ്രസ്സേലും ചെടി വാരി തേച്ച് അങ്ങനെ എന്തിനാ ഞാൻ പറയുന്നത്. ഈ ബെഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടേതായ ഒരു ഇത് വേണമെന്ന് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുക, അവർക്ക് പിന്നെ തലയ്ക്ക് ഇതല്ലാത്തവരെ കുളിക്കാൻ നനയ്ക്കാൻ നടക്കുകയുള്ളൂ ഞാൻ നോക്കിയിട്ട്. ബാക്കിയുള്ളവരൊക്കെ അവരുടേതായ ഒരു ശൈലിയിലാന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി വേണം. അല്ല ചുമ്മാ ഇത് എന്നാ കാര്യത്തിനാണ് നമ്മൾ ഈ ചുമ്മാ വൃത്തിയില്ല. എനിക്ക് വൃത്തിക്ക് ഞാൻ ടൗണിൽ ജീവിച്ചതാണ്, എനിക്ക് വൃത്തിക്ക് ജീവിക്കണം. പിന്നെ നമ്മൾ കഴിച്ചില്ലേലും ആരും അറിയത്തില്ല. പക്ഷെ നമ്മൾ ഉടുത്തൊരുങ്ങി വലിയ വലിയ അലങ്കോലം അതങ്ങനെ ആറുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇച്ചിരി നീറ്റായിട്ട് നടന്നാൽ ആരും നമ്മൾ പട്ടിണിയാണെന്നോ ഒന്നും അറിയത്തില്ല. പിന്നെ എപ്പോഴും ചിരിച്ചോണ്ട് നടന്നോണം. ഇത് രണ്ടും എൻ്റെ പോളിസി. വൃത്തിക്ക് ഡ്രസ്സും ഇടണം, വലിയ കൂടിയതല്ലെന്ന്, എൻ്റെ 100-ൻ്റെ 200-ൻ്റെ 300-ൻ്റെയൊക്കെയാണ്, അത് അലക്കി തേച്ച് വൃത്തിക്ക് അതിടണം. എപ്പോഴും ചിരിച്ച് നടക്കണം, എപ്പോഴും പോസിറ്റീവായിട്ട് ആൾക്കാരോട് സംസാരിക്കണം. അല്ലാതെ പിന്നെ നുണയും കൊതിയും ഇതൊന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും ജീവിതം പാഴാക്കല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുടിയുടെ ഞാൻ പറഞ്ഞല്ലോ, മുടി വളരാനായിട്ട് മെനക്കെട്ടൊന്നും ഞാൻ തേക്കുന്നില്ല. കുഞ്ഞിലെ എൻ്റെ അമ്മ എനിക്ക് തേച്ച് തന്നിട്ടുള്ളൂ. അപ്പോൾ അന്ന് മുടി ഉണ്ടായിരുന്നു, ഇപ്പം മുടിയില്ല. ഒരു 10-30 വർഷമായിട്ട് എണ്ണ തേക്കുകയില്ല, മുടി ചെയ്യുകയില്ല, ശ്രദ്ധിക്കുകയില്ല. ചുമ്മാ ഒരു ബോ വെക്കും, ചിലപ്പോൾ ഇങ്ങനെ ഒരു ബാൻഡിട്ട് കെട്ടും, അത്രയൊക്കെ ഉള്ളൂ. മുടിയോട് പിന്നെ വലിയ കെയർ ചെയ്തില്ല, അതുകൊണ്ട് എൻ്റെ മുടി മുഴുവൻ പോയി. അപ്പോൾ ഇപ്പം ഞാൻ മാസത്തിലൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തേക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പൊഴിഞ്ഞു പോകുന്നു, ഇപ്പോൾ പൊഴിച്ചിൽ നിന്ന് കേട്ടോ. അപ്പോൾ പൊഴിഞ്ഞ് പിന്നെ പോകുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് തേക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എന്നും ഒന്നും തേക്കുന്നില്ല. ഇന്നും നിങ്ങൾ തേച്ചോണം മുടിക്ക് എന്തെങ്കിലുമൊക്കെ കേട്ടോ, എണ്ണയെങ്കിലും വെച്ചോണം, അല്ലെങ്കിൽ പോകും കേട്ടോ. ഏത് പ്രായത്തിലും മുടി വളരും. ജയ പറഞ്ഞ പോലെ മുടിയും നഖവും നമ്മുടെ മരണം വരെയും വളരുന്ന ഒരു സാധനം കേട്ടോ. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട, എല്ലാ പ്രായത്തിലും മുടി വളരും. അപ്പോൾ അതുകൊണ്ട് മുടിയിൽ തേച്ചോണം. അപ്പം ഞാൻ ഡൈ തേക്കുന്ന കാര്യം വെളിപ്പെടുത്തി അല്ലേ, ഒരു രഹസ്യം വെളിപ്പെടുത്തി. അടുത്ത രഹസ്യമാണ് എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഞാൻ എല്ലാ ദിവസവും തേക്കാനായിട്ട് പറ്റത്തില്ല എന്ന് വെച്ചാൽ തിരക്കായിരിക്കും, ചിലപ്പം മടിയായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും തേക്കത്തില്ല, എന്നാലും ആഴ്ച ഒരു പ്രാവശ്യം ഇതങ്ങ് തേക്കും. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, എല്ലാ ദിവസവും തേച്ചു ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഈയിടെ നിങ്ങളോട് പറഞ്ഞു തന്നില്ലായിരുന്നോ എല്ലാ ദിവസവും മുഖത്തൊന്നും തേക്കല്ലേ എന്ന്. പക്ഷേ ഇത് എല്ലാ ദിവസവും തേച്ചോ ഞാൻ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം വാചകം അടിച്ചു 14.5 മിനിറ്റ് 14.75 മിനിറ്റ്. പിന്നെ ക്ഷമിക്കണം, ഇത്രയും കാര്യം പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അതെങ്ങനെയാണെന്നറിയാം, നമ്മൾ 4 മണിക്കൂർ വീട്ടിൽ പച്ചരി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി 5-6 പ്രാവശ്യം കഴുകണം. 5-6 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നമ്മൾ പിന്നെ
കുതിർക്കാനിടണം 4 മണിക്കൂർ. ആ അരി എടുത്ത് നമ്മൾ വാലാൻ വെച്ച് പൊടിച്ചെടുത്തത് നല്ല സോഫ്റ്റായിരിക്കണം, പൊടിച്ചെടുത്തത് കേട്ടോ. പിന്നെ അത് വേണമെങ്കിൽ അത് അരച്ച് മിക്സിയിലെടുത്താൽ മതി, പക്ഷെ വേറൊരു ലിക്വിഡ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കണമെന്ന് പറയുന്നത്. അതായത് നല്ല സോഫ്റ്റായിട്ട്, ഇടിയപ്പത്തിനൊക്കെ നമ്മൾ പൊടിക്കത്തില്ല അതുപോലെ നല്ല സോഫ്റ്റായിട്ട് എടുക്കണം. ഇത് സ്ക്രബ് ചെയ്യാനുള്ളതല്ല, പായ്ക്കിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളിത് നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അരച്ചല്ല, പൊടിച്ച്. കാരണം നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് കട്ട തൈര്. ഈ അരിപ്പൊടി കുഴയ്ക്കുന്നത് ഈ കട്ട തൈര് ഉപയോഗിച്ച, അതുകൊണ്ടാണ് ഇത് അരച്ചെടുക്കുകയല്ല പൊടിച്ചെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തത്, ആ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുഴയാൻ വേണ്ടിയുള്ളത് മാത്രം നമ്മൾ തൈരെടുക്കുക. അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി മുഖത്തൊന്നും ഒലിച്ചു പോകാതെ പിടിച്ച് അവിടെ ഇരിക്കണം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ദാ അരിപ്പൊടി നല്ലതായിട്ട്, ഇപ്പോൾ 2 സാധനമായില്ല, അരിപ്പൊടി തൈരും. ഇത് നല്ല ക്രീമായിട്ടുണ്ട്. ഇനി എന്നാണെന്നറിയോ, പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മിസ്സാക്കരുത്. നിങ്ങൾ അങ്ങാടിക്കടയിൽ നിന്നൊന്നും മേടിക്കുന്ന സാധനം ഉപയോഗിക്കരുത്. അങ്ങാടിക്കടയിലെ എല്ലാം നല്ലതാണ്, പക്ഷെ കസ്തൂരി മഞ്ഞൾ മാത്രം തരുന്നത് കസ്തൂരി മഞ്ഞളല്ല തരുന്നത്. അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് വെള്ള കളറ്, ഒരു ക്രീം പോലത്തെ ഒരു കളറാണ്, അല്ലാതെ മഞ്ഞ കളറല്ല. മഞ്ഞ കളറ് നമ്മുടെ സാദാ മഞ്ഞൾപ്പൊടിയാണ്, സാദാ മഞ്ഞളാണ്. അല്ലാതെ കസ്തൂരി മഞ്ഞൾ വേണ്ടേ, നിങ്ങളെ കഴിഞ്ഞ ദിവസം അത് വെളിപ്പെടുത്തിയായിരുന്നല്ലോ, കാണിച്ചായിരുന്നല്ലോ. ദേ ഈ കളറാണ് കസ്തൂരി മഞ്ഞളുടെ, കാണാമല്ലോ, ഈ കളറാണ്, വെള്ള കളറ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്, മോൺബെയറിൻ്റെ കസ്തൂരി മഞ്ഞൾ. ഇതുണ്ട് മോൺബെയറിൻ്റെ കസ്തൂരി മഞ്ഞൾ, ഇതേണ്ടേ. ഇത് 100 ഗ്രാം. ഇത് നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്, ഒന്നും പേടിക്കണ്ട. ഇത് പക്ഷേ നിങ്ങൾ എത്ര ഇടാവുന്നറിയാമോ? 2 നുള്ളിൽ കൂടുതൽ ഇടുകയും ചെയ്യില്ല. കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ മുഖത്ത് വല്ല പ്രശ്നവും വരുന്നവർക്ക്, നീറ്റലോ തൊലി പോവോ അങ്ങനെ വല്ല പ്രശ്നവും വരുന്നവർ 1 നുള്ളിട്ടാൽ മതി, പക്ഷേ ഇടണം. ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല കാന്തിയും ശോഭയും ഒക്കെ തരുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് ഇതാ 2 നുള്ള് കസ്തൂരി മഞ്ഞൾ ഇട്ടു. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി നല്ല പേസ്റ്റാക്കി, നല്ലതായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റാക്കി ഓഫ് ചെയ്യട്ടെ, അല്ലേ നിങ്ങൾ. അപ്പോൾ അതാ നല്ലതായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ഇത് നമ്മുടെ മുഖത്തൊന്നും ഒലിച്ചു പോകത്തില്ലല്ലോ, അങ്ങനെ. അപ്പോൾ അരിപ്പൊടി, തൈരും കസ്തൂരി മഞ്ഞളും, മോൺബെയറിൻ്റെ കസ്തൂരി മഞ്ഞൾ ധൈര്യമായിട്ട് മേടിച്ചോ കേട്ടോ. തേച്ചിട്ട് കാണിച്ചാൽ പോരെ, അല്ലേ നിങ്ങൾ എന്നോട് പിണങ്ങത്തില്ലേ? മൊത്തം തേക്കട്ടെ. ചിരിക്കല്ലേ, നിങ്ങൾ എന്നെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിരിക്കണ്ട, ചുണ്ടയിലൊക്കെ തേച്ചു, ഒരു കുഴപ്പമില്ല. പെടലിയും കഴുത്തും പിന്നെ മുഖവും കയ്യിലും തേക്കാനില്ല, മുഖത്ത് മാത്രം തേക്കാനുള്ള ക്വാണ്ടിറ്റി എടുത്തത്. ഇപ്പം സംസാരിക്കുന്ന എന്നാന്ന് വെച്ചാൽ, സംസാരിക്കുക ചിരിക്കുക ഒന്നും ചെയ്യില്ല. തേച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് നേരത്തേക്ക് അനങ്ങാൻ പാടില്ല. മുഖം ഇത് നല്ല വലിഞ്ഞു മുറുകുന്ന പോലെ ആകും 15 മിനിറ്റ് ആകുമ്പോൾ. അപ്പം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഒപ്പി തുടച്ച് കഴുകി എടുക്കുക. വലിച്ച് പറിച്ച് ഒന്നും ചെയ്യരുത്, അമക്കി ഒന്നും ചെയ്യില്ല, മുഖം ചുളിഞ്ഞു പോവും. ശ്രദ്ധിച്ച് ചെയ്യണം. ചെറു ചൂടുവെള്ളം എടുത്തിട്ട് ഒരു ടവൽ എന്തെങ്കിലും എടുത്തിട്ട് പതുക്കെ ഒപ്പി ഇങ്ങനെ നനച്ച് അത് ഇതായിട്ട് പതുക്കെ തുടച്ച് പിന്നെ അങ്ങ് കഴുകിക്കള. സോപ്പിട്ടൊന്നും കഴുകരുത്. ഇന്നത്തെ ദിവസം മുഖത്ത് സോപ്പൊന്നും തേക്കരുത്. പിന്നെ തേക്കുമ്പോൾ പിന്നെ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ്, അതായത് ഒരു 5 മണിക്ക് ശേഷം നിങ്ങൾ തേക്കുവാണെങ്കിൽ
പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാലും വെയിൽ കൊള്ളത്തില്ലല്ലോ. 5 മണി, ഒരു 5 മണി 5:30 ഇടയ്ക്കാണെങ്കിൽ വെയിൽ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ് തേക്കണമെന്ന് നിർബന്ധമുള്ളവർ കുളിയെല്ലാം കഴിഞ്ഞ് സോപ്പ് തേച്ച് കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകിട്ട് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് തേച്ച്, അപ്പം നിങ്ങൾക്ക് പിന്നെ വെയിലും ഇല്ല, ഒന്നുമില്ല, പുറത്തിറങ്ങുന്നില്ല, പിന്നെ സോപ്പിടണമെന്ന് നിർബന്ധമില്ല. അപ്പം സോപ്പിട്ട് കുളിച്ചേച്ചല്ലേ നമ്മൾ വരുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് തേച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറു ചൂടുവെള്ളത്തിൽ ഒപ്പി ഇത് തുടച്ചെടുത്തിട്ട് പിന്നെ നന്നായിട്ട് കഴുകിക്കളയാം. അത്രയും ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഒരിക്കലും പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ സോപ്പ് തേക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി നമ്മളിത് തേച്ച് നമ്മൾ കഴുകിയിട്ടൊക്കെ ഉറങ്ങുന്നു. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾക്ക് സോപ്പൊക്കെ തേക്കാം, കുഴപ്പമില്ല കേട്ടോ. ഒരു 8 മണിക്കൂറെങ്കിലും കിട്ടുമല്ലോ. അതാ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടന്ന് ഇതിൻ്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ സോപ്പൊന്നും തേച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കയ്യിലൊന്നും തേക്കാനുള്ള എടുത്തില്ലായിരുന്നു, മുഖത്ത് മാത്രം തേക്കാനുള്ളത് എടുത്തുള്ളായിരുന്നു. അത് തീർന്നു. ഇനിയിപ്പം നല്ലതായിട്ട് ഒന്നുകൂടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 15 മിനിറ്റ് ഇരിക്കും. എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് തുടച്ച് നന്നായിട്ട് കുളിക്കാൻ പോകുമ്പോൾ കഴുകി വൃത്തിക്ക് മുഴുവനങ്ങ് ക്ലീൻ ചെയ്യും. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്ന് നീറ്റായിട്ട് ഞാൻ കാണിക്കാം. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞോ കുളിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാം. ഓക്കെ, പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ അതാ വെളുത്ത് പാറി വന്നിരിക്കുന്ന കണ്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാ ഞാൻ പറഞ്ഞ രഹസ്യം കണ്ടോ? എങ്ങനെയാ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എല്ലാ ദിവസവും തേക്കാം. തൈരിനൊരു കുഴപ്പമില്ല, അരിപ്പൊടിക്ക് കുഴപ്പമില്ല, നമ്മുടെ കസ്തൂരിമഞ്ഞളിനും ഒരു കുഴപ്പമില്ല. കസ്തൂരിമഞ്ഞൾ തേച്ചാൽ നല്ല മുഖകാന്തി ഉണ്ടാവും. മുഖത്തെ പിന്നെ അനാവശ്യ പാടുകൾ, ഈ ടാനൊക്കെ പോകാനും പിന്നെ കുരുക്കൾ പോകാനും എല്ലാം നല്ലതാണ്. പിന്നെ പച്ചമഞ്ഞൾ തേച്ചാൽ ചിലർക്ക് അലർജിയാണ്, കുരുക്കൾ വരും. അപ്പം പിന്നെ നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ തേക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ തൈര് നമുക്ക് നല്ല ക്ലെൻസിങ് ഒക്കെ തന്ന നല്ല ഗ്ലോ തരുന്ന സാധനമല്ലേ. പിന്നെ അരിപ്പൊടി നല്ല സ്മൂത്തായിട്ടുള്ളത് വേണം. സ്ക്രബ് ചെയ്യൊന്നും ചെയ്യില്ല കേട്ടോ. അരിപ്പൊടിയും ഇത് 3 സാധനവും കൂടെ മിക്സ് ചെയ്ത് 15 മിനിറ്റ് തേച്ച് വെച്ച് നല്ല ഉണങ്ങി കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ പതുക്കെ ടവൽ വെച്ച് ഒപ്പി എടുത്ത് മൊത്തം ഇതാക്കിയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മുഖം നല്ലതായിട്ടും കഴുകണം. സോപ്പിട്ട് കഴുകരുത്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? വെളുത്ത് പാറിയില്ലേ? ഇതാ പറയുന്നത്. ഇന്ന് ഞാൻ ഒത്തിരി ടാൻ അടിച്ചായിരുന്നു. ഞാൻ പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ വള്ളി കെട്ടി മറ്റേ പന്തലിന് വള്ളി കെട്ടി കൊടുക്കുമായിരുന്നേ. അപ്പം എനിക്കൊരു 3 മണി തൊട്ട് ഒരു 5 മണി വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വെയിലും കൊണ്ട് കയ്യിലും കാലയിലും എല്ലാം. തല ഞാനൊന്നും തേച്ചില്ല, പിന്നെ സോപ്പ് തേച്ച് കുളിച്ചതേ ഉള്ളൂ. കയ്യെ ഞാൻ ഇതിൻ്റെ ഇച്ചിരി പാത്രത്തേലും നമ്മുടെ ഈ കൈ വെള്ളയിലൊക്കെ പറ്റിയിരുന്നില്ലേ മുഖത്ത് തേച്ചപ്പോൾ, അത് ഞാനിങ്ങനെ 2 കൈപ്പത്തിയിലും തേച്ച് കുറച്ച് നേരം നിന്നു. പിന്നെ തലയെ ഞാൻ കഞ്ഞിവെള്ളം തേച്ചു. ഉണ്ടോ? ഡൈ ഒന്നും നമ്മുടെ പോകത്തില്ല. ഇതങ്ങനെ ഒലിച്ചു പോകുന്നതോ ദേഹത്ത് പറ്റി ഇതാവുന്ന ഒന്നുമല്ല. ഇത് നാച്ചുറൽ ഹെയർ അല്ലേ, ഡൈ തേച്ചെന്ന് പറയും. കഞ്ഞിവെള്ളം തേച്ച് ഞാൻ നന്നായിട്ട് പിന്നെ മുടി മുഴുവൻ കഴുകിയതുണ്ടോ. കോഴി നനഞ്ഞ പോലെ ഇരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞേ, കുളിച്ചിട്ട് വീഡിയോ വരാൻ മടി. ഇങ്ങനെ ഈ കോഴി നനഞ്ഞ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഇതായി തിക്കായിട്ട് പറന്ന് കിടക്കും. അപ്പോൾ കഞ്ഞിവെള്ളം എല്ലാം തേച്ചു. ഇച്ചിരി നാരങ്ങാ നീരും കൂടെ ഒഴിച്ചാൽ തേച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ മണം ഇരിക്കണ്ടല്ലോ. നാളെ ചർച്ചിൽ പോകേണ്ടിയല്ലേ. രാവിലെ കുളിക്കുമെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു മണം ഒന്നും അടിക്കണ്ടല്ലോ. വേർക്കുമ്പം വല്ല മണം അടുത്തിരിക്കുന്നവർക്ക് തലയുടെ അവിടെ നിന്ന് അടിച്ചാലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റേ കെമിക്കൽ ഷാമ്പും കൂടെ ഒരു ശകലം അവിടെ കലക്കിയത് ഇരിപ്പുണ്ടായിരുന്നേ. ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒന്ന് തേച്ചതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നേ. കുപ്പിക്കകത്ത് ഞാൻ ശകലം കലക്കിയത് മിച്ചമുള്ളത് കപ്പിനകത്ത് വെള്ളത്തിൽ കലക്കിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മിച്ചമുള്ളത് ചെറിയൊരു ബോട്ടിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തേച്ചു. ഇപ്പം ടിപ്പായി. രാവിലെ നമ്മൾ സാധാ പോലെ ചൂടുവെള്ളത്തിൽ സോപ്പും തേച്ച്
കുളിക്കുക. നാളെ ഇനിയിപ്പം എണ്ണയൊന്നും വെക്കത്തില്ല. 2 ദിവസം കഴിയുമ്പം ചിലപ്പം പറയാനൊക്കത്തില്ല, എനിക്ക് എല്ലാ ദിവസവും ഇനി എണ്ണ തേച്ചാലോ എന്നുള്ള. അപ്പോൾ ആ ടിപ്പ് ഞാൻ നാളെ വേണമെങ്കിൽ നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്, സർപ്രൈസാണ്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. നിങ്ങൾക്ക് ഊഹിക്കാമെങ്കിൽ ഊഹിച്ചു, എന്നിട്ട് പറയുന്നവർക്ക് ഞാൻ ചെറിയ സമ്മാനം തരാം കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. അയ്യോ, ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുമായിരുന്നു. എന്തായാലും അത് ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ടിടണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നുണ്ട്. ഇന്നപ്പോൾ ഒത്തിരി വീഡിയോ ആയി. നിങ്ങളെന്നെ വഴക്കൊന്നും പറയല്ലേ. പറ്റുമ്പോഴല്ലേ, ഓരോ കണ്ടൻറ്റ് കിട്ടുമ്പോഴല്ലേ അതങ്ങ് ഇടാൻ പറ്റുള്ളൂ. അതാ, അല്ലാത്തപ്പോഴെല്ലാം കാണുന്നതൊക്കെ വാരിവലിച്ചങ്ങ് ഇടുക. എനിക്കും അറിയാം, കണ്ടൻറ്റ് കിട്ടാതെ നമ്മൾ എന്നെ എടുക്കാൻ. എപ്പോഴും കണ്ടൻറ്റ് കിട്ടും, എപ്പോഴും. ഇപ്പോൾ റെയറായിട്ടില്ല ഇങ്ങനെ കണ്ടൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പം നമ്മുടെ ഡൈയുടെ വീഡിയോ കണ്ടപോലെ തന്നെ എല്ലാവരും ഈ ടിപ്പിൻ്റെ വീഡിയോ കാണണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാ ദിവസവും ചെയ്തു കേട്ടോ. ഒരു പ്രശ്നവും സൈഡ് എഫക്റ്റുള്ള ഈ ചൂടുവെള്ളത്തിൽ കഴുകുന്ന തൈര് തേക്കുന്നതുകൊണ്ടാണ് കുരു വരാതിരിക്കാൻ. തൈര് തേച്ച് കഴിയുമ്പോൾ ചിലപ്പം കുരു വരുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ ആൾക്കാർക്ക്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ചൂടുവെള്ളത്തിൽ കഴുകുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഇത് തേച്ചു, ഒരു പ്രശ്നവുമില്ല. പിന്നെ അന്നന്ന് തേക്കേണ്ടത് ഇത്, എല്ലാ ദിവസവും നിർബന്ധമായിട്ടും തേക്കേണ്ടത് ഇത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെ കസ്തൂരി മഞ്ഞളും അരിപ്പൊടിയും ഈ തൈരും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈരും കടലമാവും കസ്തൂരി മഞ്ഞളും തേച്ചു. തൈരും കടലമാവും കസ്തൂരി മഞ്ഞളും കേട്ടോ. അതാണേലും തേച്ചു, മാറി മാറി ആണേലും തേക്കാം കേട്ടോ. കടലമാവും അരിപ്പൊടിയും മാറി മാറി ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ തേച്ചു കേട്ടോ. ഉള്ള അരിപ്പൊടി എല്ലാം കൂടെ എടുക്കുമ്പോൾ വീട്ടിലെ അമ്മായിമ്മയും ഒക്കെ തല്ലിക്കൊല്ലണ്ടല്ലോ. ഉണ്ടോ കേട്ടോ. എല്ലാ ദിവസവും തേക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ. ഇപ്പം ഞാൻ ഡൈയുടെ കാര്യം വെളിപ്പെടുത്തി, മുഖത്തിൻ്റെ കാര്യം വെളിപ്പെടുത്തി. ഇനിയിപ്പം തലയിൽ തേക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു മാസം കഷ്ടിയായുള്ളൂ. ഞാൻ ഒരു 4 ടൈപ്പ് എണ്ണ മിക്സ് ചെയ്ത്, കാച്ചിയൊന്നുമല്ല, പിന്നെ ചുമ്മാ ചൂടാക്കിയൊന്നുമല്ല, ചുമ്മാ 4 ടൈപ്പ് എണ്ണ എടുത്തിട്ട് മിക്സ് ചെയ്ത്, ഇവിടെ ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് മേടിച്ചൊന്നുമല്ല. 4 ടൈപ്പ് ഇവിടെ ഉള്ളതായതുകൊണ്ട് ഞാൻ അത് 4 കൂടെ തേക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും തേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ എല്ലാ ദിവസവും തേക്കാൻ പറ്റത്തില്ല, പുറത്തോട്ട് പോകുമ്പോൾ എണ്ണ പിടിച്ചിരിക്കത്തില്ല. കാരണം പോകേണ്ട ദിവസം തേക്കത്തില്ല, പോകാത്ത ദിവസം ചിലപ്പോഴത്തേക്ക്. എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു മാസം ആയി, 1 മാസം തികച്ചായില്ല അത് തേക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം തേച്ച് കാണാം, അത്രയേ ഉള്ളൂ. ബാക്കി ദിവസമൊക്കെ നമുക്ക് ഓരോരോ സ്ഥലത്ത് പോകാനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ തേച്ചില്ല. അതുകൊണ്ട് അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും തേക്കണ്ട എണ്ണയല്ലേ അത്. ഒരു ദിവസം തേച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഷാമ്പു ഒന്നും തേക്കുന്നില്ല. ഈ കഞ്ഞിവെള്ളം മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഷാമ്പു ഒന്നും തേച്ച് ഇത് കഴുകി കളയുന്നില്ല. നമ്മൾ തേച്ച് വെച്ചിട്ട് എന്തിനാണ് കഴുകി കളയുന്നത്? അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ഒക്കെ ഇരിക്കും ഇത്. പിന്നെ ചർച്ചയിൽ പോകുന്നതിൻ്റെ തലേദിവസം ഈ ശനിയാഴ്ചയേ ഉള്ളൂ ഞാൻ കഴുകി കളയത്തുള്ളൂ. ബാക്കി ദിവസമെല്ലാം എൻ്റെ ഇതിരിക്കും. അപ്പോൾ ഒരാഴ്ച ഇരുന്നോളും, ഒരു പ്രശ്നം. ഇനി 4 ടൈപ്പ് കൂടെയല്ലേ തേക്കുന്നത്, നല്ല കട്ടിയുള്ള എണ്ണകളും അല്ലേ. അപ്പോൾ അതെന്നാന്ന് ഞാൻ പിന്നെ പറയാം. നാളെ കഴിഞ്ഞ് ദൈവം സഹായിച്ചാൽ നമുക്ക് തിങ്കളാഴ്ച വീഡിയോ ഇടാം. അപ്പോൾ ഇതിടാം കേട്ടോ. ഞാൻ മറന്നുപോയെങ്കിൽ എന്നെ ഓർപ്പിച്ചാൽ മതി. ചിലപ്പോൾ വല്ല പാചകമൊക്കെ ഉണ്ട്, അത് ചാടിക്കയറിയിടും. ഇത് മറന്നുമ്പോൾ ഇതൊന്ന് ഓർപ്പിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്ക് കണ്ടോ, ഇവിടെ എല്ലാം കഷണ്ടിയായിരുന്നേ, തോട്ടിങ്ങനെ കഷണ്ടി, അവിടെ എല്ലാം കിളുത്തു. അതാ ഞാൻ സത്യമായിട്ടും ഉള്ളതേ പറയുന്നുള്ളൂ, ചെയ്യുന്നുള്ളൂ. അല്ല എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒന്നും ഞാൻ ചുമ്മാ അലുകുലത്തൊന്നും ഞാൻ വാരിക്കോരി എല്ലാ ദിവസവും ഒന്നും ചെയ്യത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് കറക്റ്റായിരിക്കണമെന്ന് നിർബന്ധം ഏത് കാര്യം, അത്രയും ഞാൻ ചെയ്യത്തുള്ളൂ. അല്ല എനിക്ക് റീച്ച് കിട്ടാൻ എനിക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചു വെക്കാം, അത് വേണ്ട. കഷ്ടപ്പെട്ട് യഥാർത്ഥമായിട്ട് ജെനുവിനായിട്ടുള്ള കാര്യം കാണിച്ചിട്ടുള്ളത് മതി എനിക്ക്, അല്ലേ വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ആഴ്ചയൊന്ന് മതി, ആഴ്ചയൊന്ന് മതി. മാസത്തിൽ അപ്പോൾ 4 പ്രാവശ്യം എല്ലാ ശനിയാഴ്ചയും കഴുകിക്കളയാം. ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടതില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞായറാഴ്ച ചർച്ചയിൽ നിന്ന് വന്നിട്ട് പിന്നെ അങ്ങ് തേച്ചാൽ മതി. അത് അടുത്ത ശനിയാഴ്ച വരെ ഇരുന്നോളും, പുറത്തോട്ടൊന്നും പോകണ്ടാത്തവർക്ക്. ഞാനിങ്ങനെ നല്ലതായിട്ട് ഈ 4 ടൈപ്പ് കൂടെ തേക്കുമ്പോൾ കുഴഞ്ഞിങ്ങനെ ഇരിക്കുകയല്ലേ, അല്ലേ പിന്നെ എന്നും താളി ഇടാൻ നടക്കണം. താളി നമുക്ക് എന്നും ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കാൻ പാടല്ലേ.
അപ്പോൾ നിങ്ങൾ ചെമ്പരത്തി താളിയുടെ പൊടി വാങ്ങിച്ചാൽ മതി. ഞാനിവിടെ ഒരെണ്ണം വാങ്ങിച്ച് പാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഉപയോഗിച്ച് നോക്കിയില്ല. ഒരു ചെറിയ 30 രൂപയുടെ ഇങ്ങനെ സ്ക്വയർ പാക്കറ്റ് ഉപയോഗിച്ച് നോക്കിയില്ല. ഞാൻ ഈ പിന്നെ ആഴ്ച ഒരു ദിവസം ശനിയാഴ്ച മാത്രം ഷാമ്പു ഇടുന്ന, പള്ളിയിൽ പോകുന്നതുകൊണ്ടേ. അപ്പോൾ എൻ്റെ കെമിക്കൽ ഷാമ്പു ഇടും. പിന്നെ ഈ കഞ്ഞിവെള്ളം എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. അത്ര ഇങ്ങനെ എല്ലായിടത്തും ഒഴുകി പിടിച്ചിരിക്കുമോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആ എണ്ണയുടെ രഹസ്യം ഇനി പറഞ്ഞുതരാം. അപ്പം തലമുടി വളരുന്നതിൻ്റെ ആയി എനിക്ക് ഞാൻ വലിയ എനിക്ക് നീളം വെച്ച് വലിയ വണ്ണം വെച്ച് മുടി ആയെന്നൊന്നും അല്ലല്ലോ പറയുന്നത്. എൻ്റെ ഉള്ള മുടി പോകാതെ പൊഴിയാതെ തിക്കായിട്ട് വൃത്തികേടില്ലാതെ ഈ പ്രായത്തിൽ ഇരിക്കുന്നില്ലേ, അതാണ് സംതൃപ്തി. ഇനിയിപ്പോൾ വളർന്നോളൂ. ഇനി ഞാൻ മര്യാദയ്ക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 30 വർഷമായിട്ട് എണ്ണ ഉപയോഗിക്കുന്ന പരിപാടിയേ ഇല്ല. പിന്നെ ഇടയ്ക്ക് അമ്മ വല്ലതും ഒന്ന് എണ്ണ കാച്ചി തരും. അപ്പോൾ അത് ഇച്ചിരി ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു പരിപാടി. പിന്നെ പാരച്യൂട്ട് എണ്ണ എന്നെ കുളിക്കാൻ കയറുമ്പോഴത്തേക്കിനും മുഖത്തൊന്ന് ചുമ്മാ തേക്കാൻ വേണ്ടി, ഇച്ചിരി ഒന്ന് തേക്കാൻ വേണ്ടി ഒരു ചെറിയ ഇത് വാങ്ങിച്ച് വെക്കുന്ന, തലയിൽ തേക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ എൻ്റെ മുടി മുഴുവൻ പോയതായിട്ടോ. അപ്പം നമുക്ക് മുടിയുടെ ആയി, പിന്നെ അത് വെളുത്തെങ്കിൽ കറുപ്പിക്കാനുള്ളതായി, മുഖത്തിൻ്റെ ആയി പോരെ. പിന്നെ കൈയും കാലും, എൻ്റെ പിന്നെ കൈയുടെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് കണ്ടോ, ഉണക്കമത്തി പോലെ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ വിം ഉപയോഗിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടേ ഇങ്ങനെയാണ് നമ്മുടെ കൈ. എല്ലാവരുടെയും ആവണമെന്നില്ല. എൻ്റെ വിം എനിക്ക് കണ്ടോ അതിൻ്റേത് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇത് ചുളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, അത് ഇച്ചിരി കൂടെ എൻ്റെ കൈ വണ്ണം വെക്കാനുണ്ട്. ഇച്ചിരി കൂടെ എൻ്റെ ഞാൻ ഭയങ്കര ഡയറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന മുഴുവൻ ഞാനൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുകയൊന്നുമല്ല. ഞാൻ ആവശ്യത്തിനൊക്കെ ഇച്ചിരി കൂടെ ഞാൻ ക്വാണ്ടിറ്റി കൂട്ടി നല്ലതായിട്ട് കഴിക്കുവാണെങ്കിൽ എൻ്റെ ഈ കൈക്ക് വണ്ണം വെക്കുമ്പോൾ നല്ല സൂപ്പറായിക്കോളും. ഇത് മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ ചുളിഞ്ഞിരിക്കുന്നത്, അല്ലാതെ ചുളിഞ്ഞതൊന്നും അല്ല കേട്ടോ. അപ്പം കൈക്കും കാലിനും ഉള്ളതും എനിക്കറിയാം. ഞാൻ പക്ഷെ ഒന്നും ചെയ്യാറില്ല. ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ കൈക്ക് ഇത് സൂക്ഷ്മതയില്ലാത്തതുകൊണ്ടാണ്. എക്സസൈസൊക്കെ ചെയ്യുകയും ഇങ്ങനെയൊക്കെ എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ചെയ്യുവേല എന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അതാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ആരും എന്നെ ചീത്ത വിളിക്കരുത്. വീഡിയോ ലെങ്ത് ആകുന്നത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. ചുമ്മാ കലാവില ഒന്നും അല്ലല്ലോ പറയുന്നത്. പിന്നെ ആവശ്യമുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഗ്രഹിപ്പിക്കുമല്ലേ. ഓക്കെ, അതുകൊണ്ട് ചീത്തയൊന്നും വിളിക്കല്ലേ. അപ്പം ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആർക്കും എന്നെ ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നു, അതുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ കുറച്ച് പേര് എനിക്ക് ഈ പറച്ചിൽ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ പറച്ചിൽ കേട്ടിട്ട് ഒത്തിരി പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ഒരു 100 പേരെ എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പം തന്നെ പ്രാർത്ഥിക്കുക. ഈശ്വരൻ്റെ നാമത്തെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും യേശു ധാരാളമായിട്ട് അനുഗ്രഹിക്കും കേട്ടോ. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചു തരട്ടെ. ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വന്നിരുന്ന് കുളിച്ചിട്ട് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ വന്നിരുന്നത്. അല്ല, എനിക്ക് 7 മണി എന്നുള്ള സമയം, എനിക്ക് 6 മണി തൊട്ട്, എനിക്ക് 5 മണി തൊട്ട് അങ്കലാപ്പാണ്. 5 മണി തൊട്ട് അങ്കലാപ്പ്. 6 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷം. 5 തൊട്ട് ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക. 5 തൊട്ട് 7 വരെയാണ് എനിക്ക് ഏറ്റവും അടിപൊളി, ഭയങ്കര ഇഷ്ടം. വൈകുന്നേരം 5 തൊട്ട് 7 വരെ അങ്ങോട്ടിരുന്ന് പ്രാർത്ഥന, പാട്ട്. പിള്ളേർക്ക് വേറെ ഒത്തിരി കാര്യങ്ങളില്ല. ഞാൻ അന്നേരം പ്രാർത്ഥന പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർക്ക് പഠിക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. ആരണ്ണൊക്കെ ഒരുപാട് തിരക്കാണ്. ഒത്തിരി പഠിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വയലിൻ പ്രാക്ടീസും ഓൺലൈൻ ക്ലാസ്സും. അപ്പോൾ പിന്നെ നമ്മൾ കിടന്നുകൊണ്ട് 2 മണിക്കൂർ തിണ്ണെ കുത്തിയിരുന്ന് അലമ്പിക്കഴിഞ്ഞാലേ പിള്ളേർ നമ്മളെ വെറുക്കും, കലിപ്പിക്കും അല്ലേ. ഉള്ള ഇതോടെ അവരുടെ പോവും. അത് കാരണം പിന്നെ ഞാൻ മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ കയറിയിരുന്നൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഞാനിരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. പ്രാർത്ഥന, പാചകം, പാട്ട്, പിന്നെ യാത്ര, നമുക്ക് കാണാം. പിന്നെ അപ്പോൾ ഞാൻ കൈ കൂപ്പി പറയാം, എന്നെ ഒത്തിരി പേര് പുതിയത് എനിക്ക് ആൾക്കാർ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ പിന്നെയും ഞാൻ കൈകൂപ്പി പറയാം, നമ്മുടെ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ബട്ടണെ ഞെക്കാതെ കാണല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം
കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം. ഇനി ആരും വെറുക്കല്ലേ, ആരും പ്രാഗല്ലേ കേട്ടോ. എല്ലാം പറഞ്ഞു തരുന്നതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ആണ് കേട്ടോ. ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ. സബ്സ്ക്രൈബ് ബട്ടനെ ഒന്ന് ഇപ്പോഴത്തന്നെ ഒന്ന് ഞെക്കിയേക്ക് കേട്ടോ. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണും. നാളെ ആ സന്തോഷ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. തിങ്കളാഴ്ച നമുക്ക് മുടിയുടെ തേക്കുന്ന എണ്ണയുടെ കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യുവർ ചക്കരമ്മ.